വയോജന ശാക്തീകരണം, ജനോന്മുഖ വികസനത്തിനായി ധനവിഭവ സമാഹരണം, ഫൈനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഗവേണൻസ്, ലിംഗനീതി ഉറപ്പാക്കുന്ന വികസനം, സാമ്പത്തിക വികസനത്തിന് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ എങ്ങനെ ഉപയോഗിക്കും എന്ന വിഷയം, വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും നൈപുണികളുടെയും പരിവർത്തനം എങ്ങനെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് മറ്റൊരു സെഷൻ, സോഷ്യൽ എംപവർമെന്റ്, സാമൂഹ്യ ശാക്തീകരണം എന്ന വിഷയം, സംരംഭകത്വം, സാങ്കേതിക വിദ്യ, നൂതനാശയ രൂപീകരണം, ഇന്നോവേഷൻ എന്ന് നമ്മളിപ്പോൾ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വിഷയം, അതുപോലെ ഊർജത്തിൻ്റെയും ജലസ്രോതസ്സുകളുടെയും ശാസ്ത്രീയ പരിപാലനം, വാട്ടർ ആൻഡ് എനർജി റിസോഴ്സസ് ഓഫ് കേരള എന്ന വിഷയം, സാംസ്കാരിക വികസനം, പൈതൃകം, വിനോദസഞ്ചാരം എന്നിങ്ങനെ 18 സെഷനുകളാണ് രണ്ടാം ദിവസം നടക്കുന്നത്. ഈ സെഷനുകളിൽ പങ്കെടുക്കുന്നത് ഓരോ മേഖലയിലും പെട്ട വിദഗ്ധരാണ്. അവരുടെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് പിന്നീട് തരാം. ഈ ഓരോ മേഖലയിലും അന്താരാഷ്ട്ര ഏജൻസികളിലെ വിദഗ്ധർ, അതുപോലെ തന്നെ അക്കാദമിക് പണ്ഡിതർ, അമേരിക്ക, UK, അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ മുതലായ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന കേരളത്തെക്കുറിച്ച് പഠിക്കുകയും കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് താല്പര്യപൂർവ്വം എഴുതുകയും നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന നിരവധി വിദഗ്ധരെ ഈ പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. അതിനകത്ത് ചില പേരുകൾ മാത്രം ഞാൻ പറയാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഉദാഹരണത്തിന് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഓഫ് ബ്രസീലിലെ അവിടുത്തെ പ്രൈമറി ഹെൽത്ത് കെയർ അനലിസ്റ്റ് ആയിട്ടുള്ള മിസ്റ്റർ അഗസ്റ്റോ വിയാന ഡാറോച്ച എന്ന വിദഗ്ധൻ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ മിച്ചിക്കോ മിയാമോട്ടോ പങ്കെടുക്കുന്നുണ്ട്. ഹെൽസിങ്കി, ഫിൻലൻഡ്, നമ്മൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും നമ്മൾ ഉറ്റുനോക്കുന്നത് ഫിൻലൻഡ് പോലെയുള്ള ഒരു രാജ്യത്താണ്. ഫിൻലൻഡിലെ ഡോക്ടർ ജോന കാങ്കസ് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസബിലിറ്റി, ഭിന്നശേഷിയുമായിട്ട് ബന്ധപ്പെട്ട് കേരളം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആഗോള മാതൃകകളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി നാൻസി ലൂറി മാർക്സ്, പ്രൊഫസർ ഓഫ് ഡിസബിലിറ്റി പോളിസി ആൻഡ് ഡയറക്ടർ ലൂറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസബിലിറ്റി പോളിസി, ബ്രാൻഡിസ് യൂണിവേഴ്സിറ്റി, പ്രൊഫസർ മോണിക്ക മിത്ര പങ്കെടുക്കും. അവർ ഇതിനകം തന്നെ കേരളത്തിൽ എത്തിക്കഴിഞ്ഞു. അതുപോലെ വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ്, നെതർലൻഡ്സിനെ പോലെയുള്ള ഒരു രാജ്യത്ത് നമുക്കറിയാവുന്ന പ്രളയം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള വിദഗ്ധൻ മിസ്റ്റർ പോൾ വാൻ മീൽ എന്നിങ്ങനെ തുടങ്ങി നിരവധി പ്രമുഖർ ഈ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ ഓരോരുത്തരും അത് വിഷയത്തെക്കുറിച്ച്, ഞാൻ നേരത്തെ വായിച്ച വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കും. ഓരോരുത്തർക്കും 20 മിനിറ്റ് വീതം വളരെ വിശദമായി കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. ഓരോ മീറ്റിങ്ങിലും 250ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. അത് ഈ രംഗത്തെ വിദഗ്ധരും അതുപോലെ തന്നെ വകുപ്പുകൾ കണ്ടെത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ്. ജനപ്രതിനിധികൾ, നയ വിദഗ്ധരും മുതലായിട്ടുള്ള ആൾക്കാരെയാണ്. അവരെ രജിസ്ട്രേഷൻ നടത്തി അവരെ അതാത് സ്ഥലങ്ങളിൽ പങ്കെടുക്കും. ചർച്ചയുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പൊതു രൂപരേഖ ഈ ഓരോ മേഖലയിലും എന്താണ് കേരളത്തിൻ്റെ വികസന കാഴ്ചപ്പാടുള്ള വിടവുകൾ എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെഷനുകൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിരവധി പേരുകൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള കുറിപ്പിൽ അതിൻ്റെ വിശദാംശങ്ങൾ, ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ മുഴുവൻ വിശദാംശങ്ങൾ അതിന് നൽകിയിട്ടുണ്ട്. എല്ലാം ഞാൻ വായിക്കുന്നില്ല. അപ്പോൾ ഇത്രയുമാണ് രണ്ടാമത്തെ ദിവസം. മൂന്നാമത്തെ ദിവസം സമാപന സമ്മേളനമാണ്. അഗൈൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അതിനോടൊപ്പം തന്നെ അവിടെ ഒരു സെമിനാർ കൂടി നടത്തുന്നുണ്ട്. ആ സെമിനാർ നമ്മുടെ ഇതിൻ്റെ ക്രോഡീകരണത്തോടൊപ്പം തന്നെ ഫെഡറലിസം, അതുപോലെ മതനിരപേക്ഷത, ജനാധിപത്യം, കൺസൾട്ടേറ്റീവ് ഗവേണൻസ്, മതനിരപേക്ഷത, ജനാധിപത്യം, സംവേദനാത്മകമായി എങ്ങനെയാണ് ഭരണം നടത്തുക സർക്കാർ, എന്നിങ്ങനെ ഈ മൂന്ന് വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു സെമിനാർ കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. ക്രോഡീകരണം അതുപോലെ തന്നെ ഈ സെമിനാറുമാണ് സമാപന ദിവസം നടക്കുക. ആ സമാപന ദിവസം മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഡോക്ടർ ഫറൂഖ് അബ്ദുള്ള, അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ കനിമൊഴി MP, ഡൽഹി ഹൈക്കോടതിയിലെ പ്രശസ്തനായിട്ടുള്ള ജസ്റ്റിസ് AP ഷാ, അതുപോലെ പ്രശസ്തനായിട്ടുള്ള ശ്രീ സെയ്ദ് അക്തർ മിർസ, ഹിന്ദുവിൻ്റെ മുൻ ചീഫ് എഡിറ്റർ ശ്രീ N. റാം,
ബഹുമാനപ്പെട്ട ശ്രീ പ്രകാശ് കാരാട്ട്, അതുപോലെ തന്നെ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ, ഇത്രയും പേരാണ് ആ യോഗത്തിൽ പങ്കെടുക്കുക. അവിടെ വെച്ച് ഈ നടന്നിട്ടുള്ള 18 സെമിനാറുകളുടെ ഒരു ക്രോഡീകരണം, പ്രധാനമായിട്ട് അവരുടെ കണ്ടെത്തലുകളുടെ ക്രോഡീകരണം ബഹുമാനപ്പെട്ട പ്ലാനിംഗ് ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി നിർവഹിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ മുഴുവൻ പരിപാടികളുടെ ഘടന, ഇതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചത്. നന്ദി. ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ, മറ്റ് മെമ്പേഴ്സ്, OSD, ബഹുമാനീയരായ പ്രസിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ്, വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് പ്രൊഫസർ ജിജു പി അലക്സ് നൽകി കഴിഞ്ഞു. കൂടുതലായിട്ട് ഇതിൽ ആഡ് ചെയ്യാനില്ല. 15, 16, 17 3 ദിവസങ്ങളിലായിട്ടാണ് വിഷൻ 2031 ഇന്റർനാഷണൽ കോൺക്ലേവ് നടത്തുന്നത്. 15th 4 മണിക്ക് ഇനോഗ്രൽ സെഷൻ, 16th 18 വിഷയങ്ങളെ സംബന്ധിച്ചുള്ള തീമാറ്റിക് സെഷൻസിൻ്റെ ഡിസ്കഷൻ, 17th ഫൈനൽ പ്രോഗ്രാമും അതുമായിട്ടുള്ള ഡിസ്കഷൻസും ഈ 16-ാം തീയതി നടത്തിയ സെഷൻസിൻ്റെ ക്രോഡീകരണവും ഉണ്ടായിരിക്കും. ഈ 3 ദിവസത്തെ കോൺക്ലേവിന് ശേഷം ഫൈനലൈസ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് സർക്കാരിൻ്റെ പ്ലാൻ ഔട്ട്ലേ ആൻഡ് പ്ലാൻ പദ്ധതികൾ ഫൈനലൈസ് ചെയ്യുന്നതിന് 2030 ജില്ലകളിലെല്ലാം നടത്തിയത് സത്യം സംസ്ഥാന തലത്തിലെ സെമിനാറുകളാണ്. സംസ്ഥാന തലത്തിൽ ഓരോ ജില്ലകളിൽ നടന്നു എന്നുള്ളതേ ഉള്ളൂ. അവിടെ പ്രധാനമായി ഈ വകുപ്പുകളുടെ വികസന പ്രവർത്തനങ്ങളുടെ ക്രോഡീകരണമാണ് നടന്നത്. മാത്രമല്ല ഭാവിയിൽ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി 34 മേഖലകളിൽ അവർ വിശദമായിട്ടുള്ള ക്രോഡീകരിച്ച റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളുടെ ഒരു സമ്മറി നമ്മുടെ ഈ ഇന്റർനാഷണൽ സെമിനാറിൽ ഡെലിഗേറ്റ്സിന് നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത്, കൂടി ചർച്ച നടത്തുകയും ചെയ്യും. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ 2-3 ആഴ്ച മാത്രമേ ബാക്കി. പ്രോഗ്രാം നമ്മൾ നമ്മൾ ചെയ്യുന്നത് ടു ഡെവലപ്പ് എ പെർസ്പെക്റ്റീവ് ഫോർ 2031. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന ഒരു റിപ്പോർട്ടല്ല പ്രതീക്ഷിക്കുന്നത്. ഡോണ്ട് എക്സ്പെക്ട് ഇമ്മീഡിയറ്റ് ഇംപ്ലിമെന്റേഷൻ. ഒരു പെർസ്പെക്റ്റീവ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നടത്തുന്നത്. 26-27 ആനുവൽ ബഡ്ജറ്റായിട്ട് ഇറ്റ്സ് നോട്ട് കണക്റ്റഡ്. ഇറ്റ്സ് എ മോർ ലോങ് ടേം പെർസ്പെക്റ്റീവ്. അത് മാത്രമല്ല ഇത് ഇപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് we will be publishing the Kerala Development Report. കഴിഞ്ഞ 21 നിങ്ങൾ കണ്ടിട്ടുണ്ടോ Kerala Development Report, Kerala Development Report 21. For 26 we are bringing out a Kerala Development Report. 21 കേരള ലുക്സ് അഹെഡ് എന്ന് പറഞ്ഞൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു ഗവൺമെൻറ്. അതിൻ്റെ ഇറ്റ് ഇസ് ദ സെയിം ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് 5 ഇയേഴ്സിൻ്റെ പെർസ്പെക്റ്റീവ് എന്തായിരിക്കണം എന്ന് അതിന് വേണ്ടിയിട്ടാണ് അത് ഓർഗനൈസ് ചെയ്തത്. അന്ന് ഓൺലൈനിലാണ് ചെയ്തത്. അത് വളരെ ഒരു സക്സസ്ഫുൾ കോൺഫറൻസ് ആയിരുന്നു കേരള ലുക്സ് അഹെഡ്. അതിൻ്റെ ലക്ഷ്യങ്ങളാണ് more or less the same, but it is a 5-year perspective. It's not immediately applicable. മാത്രമല്ല, we are looking for to review the last 10 years of development. രണ്ടാമത്തെ, we are looking at international best practices. How do we learn from national and international best practices? അത് കേരളത്തിൻ്റെ ഒരു ട്രഡീഷനാണല്ലോ, ടു ലുക്ക് ഔട്ട് ടു ദ വേൾഡ് ആൻഡ് ലേൺ ഫ്രം വേൾഡ് ബെസ്റ്റ് പ്രാക്ടീസസ്. അതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റ്. മൂന്നാമത് ടു ഫോർമുലേറ്റ് എ പെർസ്പെക്റ്റീവ്. സോ അതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഓപ്പൺ രജിസ്ട്രേഷൻ
അക്കാഡമിക്സിനെ കൂടുതൽ അക്കാഡമിക്സ് അല്ല, സ്കോളേഴ്സ്, എക്സ്പേർട്സ്, പ്രാക്ടീഷണേഴ്സ്, ആക്ടിവിസ്റ്റ്. നമുക്കത് നടത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു റിവ്യൂ ഇവിടെ നടക്കുന്നുണ്ടോ? ഇല്ല. 45-year പ്ലാനിന്റെ ലാസ്റ്റ് ഇയർ ആണ് വരാൻ പോകുന്നത്. സോ 26-27. സോ വി ഹാവ് പ്ലാൻ ഈ ഇത്തവണത്തെ ആനുവൽ പ്ലാൻ 5-year പ്ലാനിന്റെ അവസാന ഇതാണ് ആനുവൽ പ്ലാനാണ്. സോ വി കനോട്ട് ഇമ്മീഡിയറ്റ്ലി പ്ലാൻ ഫോർ ദ നെക്സ്റ്റ് 5-year പ്ലാൻ. സോ ആ 27-ലാണ് the government will appoint the new working groups. Plan drafting അത് ചെയ്യുന്നതിന് മുമ്പ് the first step is the working groups appointment. We have about 50 to 60 working groups, about 500-600 people. So that is 27 years. So it's not directly, this was not directly for the 15th 5-year plan. അതൊന്നും പിന്നെ അതിന്റെ ചെയ്യാം. We have a financial crisis. അത് വലിയൊരു ഇതാണ്. പക്ഷെ ഈ ഡിസ്പൈറ്റ് ദ ഫൈനാൻഷ്യൽ ക്രൈസിസ് കുറെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. This is not part of the press conference, but എൻ്റെ പേഴ്സണൽ അഭിപ്രായം, ഈ കഴിഞ്ഞ 10 വർഷത്തില് I don't think any other state in India in the 21st century has changed so much in 10 years. This is my opinion. I really don't think so. And that is despite the financial crisis. I think that is because of good economic policy. We have press conferences about Vision 2031. It's correct. We cannot finish the plan because we have insufficient funds. That's the reality. But one more point, planning is more important when you have less funds. Planning becomes much more important. If your funds are restricted, funds എങ്ങനെയാണ് ഉപയോഗിക്കുക? What is the best optimal scientific way of using those funds? Planning becomes much more important during a time of economic shortage, in my view. To that extent, Kerala's Vijayamaയിരുന്നു 10 years of planning has been 13th and 14th plans there's been big changes in the state. കേന്ദ്രത്തിൽ നിന്നുള്ള ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ് കഴിഞ്ഞ 10 വർഷമായിട്ട് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വളരെ പരിചയമുള്ള കണക്കുകളാണ്. എന്നിട്ട് പോലും നമ്മുടെ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാതിരുന്നിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ മുൻഗണന അടിസ്ഥാനത്തിൽ നമ്മുടെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നതിൽ വളരെ മുന്നോട്ട് പോയതുകൊണ്ട് കൂടിയാണ് നമ്മുടെ എക്കണോമിക് റിവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ സാമാന്യം ഭേദപ്പെട്ട എക്കണോമിക് ഗ്രോത്ത് റേറ്റ് നമുക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഫൈനാൻഷ്യൽ ക്രഞ്ച് ഉള്ളപ്പോൾ തന്നെ നമുക്ക് ഗ്രോത്ത് സാധ്യമായത് നമ്മുടെ ഗവേണൻസിലുള്ള വലിയൊരു മികവ് കാരണമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന വാർത്താ സമ്മേളനങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ പ്ലാനിന്റെ സൈസ് നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഈ പ്ലാനിൽ ഉൾപ്പെടുന്നതിന് പകരം നമ്മൾ ബിഗ് പ്രോജക്റ്റുകൾ മാത്രമാണ് പ്രഖ്യാപിക്കുന്നത്. പകരം നമ്മൾ ഈ പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് കുറയ്ക്കുന്ന ഒരു സമീപനമാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ പ്ലാൻ സൈസും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ആരോപണമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതിനകത്ത് പ്ലാനിംഗ് കമ്മീഷന്റെ ഒരു മറുപടി എന്താണ്? First point, planning size technically coordinated. It is, I can tell you the difference. In the left predecessor, Prabhat Patnaik, it is a 20% increase every year in plan size.
because the economic condition and central state financial relations were completely different. 20% increase every year. We have not had that kind of increase every year. Secondly, we have created new institutions for infrastructure development, such as KIFBI. But two things. One, total plan size in actual terms coordinated. Number one. Number two, technically it's not. Number two, planning the importance of planning, that definitely I don't think, definitely, because the importance of planning is putting out a perspective, the experience labor rights, in general education, higher education, culture, persons with disabilities, missions, even missions in Ardram, health. These are all the subject matter of planning. So in that sense, in my view, the importance of planning from the technical point of view, what are the priority areas this year? See, 1 year, as you know, we had a priority area in higher education. Even state, nothing to do with today's press conference. We had 1 year we had higher education, 1 year we had industry, 1 year we had elderly and elderly, culture and persons with disabilities. Every year we have had a series of, if you take the totality, every year we've had different priorities in the plan. And that's a result of planning. That is definitely the result of planning. So in that sense, I don't think the role of planning has gone down. Look at the difference between even progressive states, Karnataka, some Telangana. The role in Kerala of allocating money to priority areas based on discussion, I think the role definitely got allocating money based on public discussion. That's the essence of planning. That speech that is recent press conference, that if you take the state, Kerala, the states where the planning boards have been abolished, the growth of capital expenditure is less. Kerala is much higher in terms of capital expenditure growth than other states, even if you don't include KIFBI. So all that is the result of planning. And it is a very important decision that to retain the planning boards. And I think it has been successful. That is also, it's up to you, the public, to discuss, to evaluate that. But as I said, if the economy has improved in the last 10 years, an important aspect is planning in this process. സർ, നമ്മുടെ ഈ ബഡ്ജറ്റിൽ, ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഒരുപാട് ഇപ്പോൾ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ, ഇത്തവണ ഒരുപാട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ ക്ഷേമവുമായി ബന്ധപ്പെട്ട. പക്ഷേ അതിനുശേഷമാണ് നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റ് വരുന്നത്. 16ാം ധനകാര്യ കമ്മീഷന്റെ പ്രപ്പോസൽ ഇതെല്ലാം അപ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കട്ട് ചെയ്തിരിക്കുന്നു. 41% ഷെയറിംഗ് പറയുമ്പോഴും സർചാർജും സെസ്സും എല്ലാം പറയുമ്പോൾ 34% വരും. 20,000 കോടി പുറത്തുള്ളൊരു കുറവ് നമുക്ക് വരും. ഇതെല്ലാം വരുമ്പോൾ നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ സർക്കാരാകാം അല്ലെങ്കിൽ മറ്റൊരു സർക്കാരാകാം, പക്ഷേ ഈ ബജറ്റ് നിർദ്ദേശങ്ങൾ അതേപോലെ നടപ്പാക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടാകും. That's not actually a subject. That's something you should ask the finance minister, not me. For sure.
ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ആഗോളതലത്തിലുള്ള മാറ്റങ്ങൾ അത് മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാനും നമ്മുടെ എക്കോണമി അതിനനുസരിച്ച് റീഷേപ്പ് ചെയ്യാനും കൂടി വേണ്ടിയാണ് നമ്മൾ ഈ സെമിനാർ നടത്തുന്നത്. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണോ അതൊക്കെ സ്വാഭാവികമായിട്ടും ഉൾക്കൊള്ളും. ഉദാഹരണത്തിന് കേന്ദ്രത്തിൽ നിന്ന് വലിയൊരു തുക പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ പ്ലാന് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷെ അത്ര പണം ലഭ്യമാവുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് മറ്റു വഴികളിൽ കടന്നു വരും. അതിനർത്ഥം നമ്മൾ മുന്നോട്ട് വെച്ച പ്ലാനിൽ നിന്ന് പുറകിലോട്ട് പോകുന്നുള്ള അർത്ഥമല്ല. പക്ഷേ ഇൻ ടേംസ് ഓഫ് റിസോഴ്സ് മൊബിലൈസേഷൻ നമ്മൾ ചിലപ്പോൾ മറ്റു മാർഗങ്ങളിലേക്ക് പോകേണ്ടി വരും എന്ന് മാത്രം. അത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. Central budget Indian 16th Finance Commission will impact on the, I'm happy to have a separate discussion with you. To discuss it, let's create a Vision 2031. Please come anytime. I'm happy to have a discussion with you on this matter. Which the 16th Finance Commission has created certain new obstacles. That is true. Overall, the abolition revenue deficit grant paper that has been abolished for all states. So that means overall a reduction in the central transfers. And that creates its own problems. Other than the Vishwanathan discuss, I'm happy to discuss it with you anytime. So there is serious issues with the 16th Finance Commission. Now that we've touched upon the subject, the plan size ne kurichu paranju, and he also said ipo the difference is we have other institutions like the KIFBI. The KIFBI ipo 1.5 lakh crore nearly that has been approved. So these scheduled caste, scheduled tribe component വളരെ കുറവാണ് എന്നുള്ളത്. ഇപ്പോൾ പ്ലാനിംഗിൽ അങ്ങനെ ഒരു Planning there is, no, firstly I don't agree with the earlier part, leaving that aside. KIFBI is ignoring this. I am also on the KIFBI board, as you know. But planning, it is very consistent. Kerala is a state where the expenditure on scheduled caste, share of expenditure on scheduled caste and scheduled, the people of scheduled caste and scheduled tribes is greater than their share in the population. That has been consistently. Since I've been there, it has been consistently high. The plan is consistently high. Yeah, but KIFBI, but we have retained, of course, we've retained SCB and TSB. Look, KIFBI is an infrastructure organization. So it's basically for heavy infrastructure. It also has very important social inclusion measures and KIFBI that we can discuss anytime you like. The KIFBI, although it is concerned with heavy infrastructure, it also has a very important social inclusion aspect. So anytime you want to come and discuss economic policy, please feel free. I'll be happy to discuss. ഈ പ്രോഗ്രാമിൽ ഒരു ഘടകം കൂടിയുണ്ട്, അത് ഒരു എക്സിബിഷനാണ്. ഈ പ്രമേയത്തെ ആസ്പദമാക്കിയുള്ള ഒരു എക്സിബിഷൻ, കലയുടെ ഫോട്ടോ എക്സിബിഷൻ കൂടി സംഘടിപ്പിക്കുന്നത്. അത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഒരു പ്രതികരണം നമ്മൾ ഈ പ്ലാനിൻ്റെ സൈസിനെ കുറിച്ച് പറഞ്ഞിട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 30% വരെ മുഴുവൻ വിഹിതം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് കൂടിയാണ്. അപ്പോൾ അത് ഈ കഴിഞ്ഞ 5 വർഷങ്ങളിൽ അതിക്രമമായിട്ട് വികസിച്ച് 30% വരെ മുഴുവൻ പദ്ധതി വിഹിതം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കൂടി കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഈ പൊതുവായിട്ടുള്ള കണക്കുകൾ പറയുമ്പോൾ ഈ തദ്ദേശ ഭരണ സ്ഥാപനം കൊടുക്കുന്ന ഈ വലിയ വിഹിതത്തെക്കുറിച്ച് പലരും പറയാറില്ല. അതുകൂടി നോക്കുമ്പോൾ ഇത്തരത്തിൽ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടി മൂലധന നിക്ഷേപത്തിന് വേണ്ടി നാം ഉപയോഗിക്കുന്ന പദ്ധതി വിഹിതത്തിൽ കുറവുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, വലിയ തോതിലുള്ള വർധനമാണ് ഉണ്ടായത്. Thank you.